ഇനി അമ്മ കരയരുത്. അച്ഛൻ ഇവിടെ വന്നു, അത് അമ്മ ക്യാഷ് മേടിച്ച്, എന്നിട്ട് ഈ ക്യാഷ് കൊണ്ട് അമ്മ മുറിയും ബാത്റൂമും എല്ലാം പണിയണം. 10 മാസം ചുമന്ന് പെറ്റ അമ്മ അത് കഴിഞ്ഞ് അതിന് ശേഷം ഉറങ്ങാതെ കാത്തിരുന്ന് അവരുടെ കരച്ചിലിന് പരിഹാരം കണ്ട് എല്ലാം എന്നാ പറയാ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അമ്മ. ആ അമ്മ അവസാനം ഇത്രയൊക്കെ ചെയ്തിട്ട് പ്രായമാകുമ്പോ അതായത് പെരുവഴിയിലാവുന്ന അവസ്ഥയുണ്ടല്ലോ, സഹിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കാടിന്റെ അകത്തോടെയാണ് അമ്മച്ചിയെ കാണാൻ പോകുന്നത്. അമ്മച്ചിയെ എന്താ അമ്മച്ചി, ഇത് വീടാണോ അതോ? എനിക്ക് ആരുമില്ല മോനെ, എനിക്ക് ആരുമില്ലാത്തതാ. ഒരു അമ്മച്ചി താമസിക്കുന്ന വീടാണ് ഇത്. കോട്ടയം വാകത്താന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു കാടിന്റെ ഇടയ്ക്ക് അമ്മച്ചി താമസിക്കുകയാണ്. അതായത് ഇങ്ങോട്ട് കയറി വരാൻ പ്രയാസമാണ്, ചുറ്റും പള്ളയാണ്, പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അവിടെ പാമ്പിന്റെ പടം, ഞാൻ അടുപ്പ് കൂട്ടി കഞ്ഞി വെച്ചോണ്ടിരുന്നത്, അപ്പൊ അവിടെ ഒരു പാമ്പിന്റെ പടം കിടക്കും. ഇവിടെ പാമ്പിന്റെ പടം ഉണ്ടോ? അടുപ്പിന്റെ അവിടെ. ഇതാണ് അമ്മച്ചിയുടെ അടുപ്പ്? അതാ അടുപ്പ്. അയ്യോ, ഇത് കണ്ടോണം നിങ്ങൾ, പാമ്പിന്റെ പടം കണ്ടോണം. ഇതും സഹിച്ച്, അതായത് ഇഴജന്തുക്കളെ എല്ലാം സഹിച്ചാണ് അമ്മച്ചി ഇവിടെ ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു ഷൂ ഊരാതെ ഒരു വീട്ടിൽ കയറുന്നത്. പക്ഷെ ഷൂ ഊരുന്ന എനിക്കറിയില്ല ഇവിടെ എങ്ങനെ ഊരുമെന്ന്. കാരണം എന്താ വെച്ചാൽ ശരിക്കും അമ്മച്ചി ഒരു ഷെഡെന്നും പറയത്തില്ല, ഷെഡെന്നും എന്തോ മറച്ചു കെട്ടി താമസിക്കുന്ന ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എന്നും പൊക്കോ ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ അങ്ങോട്ട് പോകണം. ആരോട്? എന്നോട് പറഞ്ഞു എന്റെ മോനോ? എന്നും പറയും പൊക്കോ ഒന്നും ഒരു ദിവസം പോലും പറയാത്ത ദിവസം ഞാൻ കേട്ട് മടുത്തു. അവസാനം അവള് പറഞ്ഞു അവരുടെ കാര്യത്തിന് തീരുമാനം വേണം. ഞാൻ കേട്ടോണ്ട് നിൽക്കുക, എന്ത് തീരുമാനം? ഇനി ഇത്ര പ്രായമായി, എനിക്കുള്ള തീരുമാനം പറ. എന്തോ തീരുമാനമോ? ഞാൻ മിണ്ടിയില്ല, ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ഇറങ്ങിപ്പോന്ന അമ്മച്ചി 10 മാസം ചുമന്ന് പെറ്റ അമ്മ അത് കഴിഞ്ഞ് അതിന് ശേഷം ഉറങ്ങാതെ കാത്തിരുന്ന് അവരുടെ കരച്ചിലിന് പരിഹാരം കണ്ട് എല്ലാം എന്നാ പറയാ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അമ്മ. ആ അമ്മ അവസാനം ഇത്രയൊക്കെ ചെയ്തിട്ട് പ്രായമാകുമ്പോ അതായത് പെരുവഴിയിലാവുന്ന അവസ്ഥയുണ്ടല്ലോ, സഹിക്കില്ല. എല്ലാരും പഠിപ്പിച്ച് വളർത്തി കഴിഞ്ഞ അമ്മയുടെ അവസ്ഥ ഇതാണ്. നമുക്ക് ഈ അമ്മയെ വഴിയിലിട്ടിട്ട് പോകാൻ പറ്റൂ? അമ്മയ്ക്ക് അപ്പൊ മോനായിട്ട് ഞാനിപ്പം വന്നില്ലേ? ഒരു മകനും ഒരു ആത്മാർത്ഥതയുള്ള എന്തും വേണ്ട, ഒരു 20% സ്നേഹമുള്ള ഒരു ആ മകന്. എനിക്ക് പോലും അമ്മയുടെ മോൻ അല്ലായിട്ട് പോലും എനിക്ക് പോലും വിഷമം തോന്നി. കാരണം ഒരു ഷെട്ടിൽ ഒരു അമ്മ രാത്രി മുഴുവൻ പട്ടികള് പാമ്പുകള് എല്ലാം ചുറ്റും കാടാണ്. ഇവിടെ ഏത് ഇഴജന്തുക്കൾ വരും. അമ്മ ഈ കട്ടിലെ കിടക്കുവാണ്, ആഹാരം ഉണ്ടാക്കുന്ന അങ്ങേ മൂലയ്ക്ക്, ആരും അറിയുന്നില്ല. ഇവിടെ ഉള്ളവർക്കൊന്നും അത് അറിയാനും വേണ്ട. പക്ഷേ നമുക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അമ്മയ്ക്കായാലും ഒരു മുറിയും അതുപോലെ ഒരു ബാത്റൂമും സഹിത എന്തെങ്കിലും ചെയ്യാനുള്ള കാശ് കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. അമ്മ ഈ കാശ് മേടിക്കുക എന്തിനാന്നറിയാവോ? അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് ആരെയും പേടിക്കാതെ ഇഴജന്തുക്കളെ പേടിക്കാതെ അമ്മയ്ക്ക് കിടക്കാൻ വേണ്ടി. ഇനി അമ്മ കരയരുത്. അച്ഛൻ ഇവിടെ വന്നു, അത് അമ്മ ക്യാഷ് മേടിച്ച്, എന്നിട്ട് ഈ ക്യാഷ് കൊണ്ട് അമ്മ മുറിയും ബാത്റൂമും എല്ലാം പണിയണം. അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച അച്ഛനെ കെട്ടിപ്പിടിച്ച അമ്മ. അച്ഛനെ കെട്ടിപ്പിടിക്കുമ്പോ അമ്മയ്ക്കുള്ള സന്തോഷമില്ലേ, അതുപോലെ മോനെ എല്ലാത്തിനും അന്നേരം കാണണം. മോൻ എല്ലാത്തിനും വരണം എന്റെ കാര്യത്തിനെല്ലാം. അമ്മയ്ക്ക് മാത്രമല്ല അമ്മ, ഞാൻ ഈ യാത്ര തുടരുവാണ്. എവിടെയൊക്കെ പോകാൻ പറ്റും, എവിടെയൊക്കെ പോകും എനിക്കറിയില്ല. പലരും തളർത്താൻ നോക്കും. അച്ഛൻ അതൊന്നും ഒന്നും പ്രശ്നമല്ല. അച്ഛൻ ചിരിച്ചുകൊണ്ട് നേരിടും. എന്റെ മോൻ തന്നെയാ എന്നാ പറയാ, നമുക്ക് കയറി കിടക്കാൻ ഒരു മുറിയും ഒരു ബാത്റൂമെങ്കിലും പണിത് തരണമെന്ന്, അല്ലെങ്കിൽ ഒരു കിച്ചണും പണിത് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം ദൈവം അനുഗ്രഹിച്ച് നടക്കട്ടെ. അതിനുള്ള ഫണ്ട് ഞാൻ അമ്മയ്ക്ക് തന്നിട്ടുണ്ട്. അതുകൂടെ ഭക്ഷണ സാധനങ്ങൾ, അമ്മ ഭക്ഷണം പോലും കഴിക്കാതെ അയലോക്കത്തെ ഉള്ളവർ ഭക്ഷണം കൊണ്ടുവന്ന് വരുന്നതെന്ന് വരെ ഞാൻ കേട്ടു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അമ്മച്ചി ഇനി അതൊന്നും വേണ്ട അമ്മ, പണിയാ മുന്നോട്ട് കാണിക്കാം അമ്മ. ആരും ഇല്ലെങ്കിലും അച്ഛനുണ്ട്. പിന്നെ എന്തിനാ അമ്മച്ചി പേടിക്കുന്നേ? അമ്മച്ചിക്ക് തന്റെ ഇടയില്ലേ, ധൈര്യല്ലേ ഇപ്പം? ഞാനുണ്ടാവും അമ്മച്ചി, ഈ കാണുന്ന ജനങ്ങളുണ്ടാവും, ദൈവം ഉണ്ടാവും. പോരെ നമുക്ക് ആരെ പേടിക്കാൻ? ധൈര്യമായിട്ട് പോകും. ഓക്കെ, ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ വരെ ബൈ. അച്ഛനെ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചൻ.